നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ആനന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് ആകെപ്പാടെ ടെൻഷനായി. എടാ, ഇന്നത്തെ കാലത്തുണ്ടല്ലോ ഇങ്ങനെ ഡിവോഴ്സായി നിൽക്കുന്ന അല്ലെങ്കിൽ ഭർത്താവായിട്ട് പിണങ്ങി നിൽക്കുന്ന പെൺകുട്ടികളെ വല വീശി പിടിക്കാൻ ഒരു ഗ്യാങ് തന്നെയുണ്ട്. പിന്നെ കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ശ്രുതി അങ്ങനെ പോകുന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നീ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. അവളെ എത്രയും പെട്ടെന്ന് പോയി വിളിച്ചോണ്ട് വരാൻ നോക്ക്. അതും പറഞ്ഞ് ആനന്ദ് പോയി. അപ്പോഴേക്ക് ശ്രുതി ആലോചിച്ചു, ഇനി അവൾ അങ്ങനെ പോകുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. അങ്ങനെ രാത്രിയായ സമയത്ത് ദേവും അരുണും കൂടെ ഭയങ്കര സംസാരമാണ്. അങ്ങനെ ആ സംസാരം അങ്ങോട്ട് നീണ്ടുപോയി. പാതിരാത്രി കുറേ ആയി. അപ്പോഴേക്കും അരുൺ ചോദിച്ചു, അല്ല നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ? ദേ അരുണേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഉറക്കം വരില്ല എന്ന് പറഞ്ഞു. അത് കൊള്ളാം, ദേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പോഴേ നമ്മളെല്ലാം കൂടെ സംസാരിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ. അത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു, അത് ശരിയാ, കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. അതെന്താ? അല്ല, കല്യാണം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഓർത്തിട്ടെ എനിക്ക് അതേ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല അരുണേട്ടാ. നല്ലൊരു സന്തോഷമുള്ളൊരു ജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓ അങ്ങനെയാണല്ലേ. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. എന്താ? ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നീ ചിരിച്ച മുഖത്തോടെ ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ചിരിച്ച മുഖത്തോടെ? അതെന്തിനാ അരുണേട്ടാ ചിരിച്ചു പിടിച്ചോണ്ട് ഞാൻ വന്ന് നിൽക്കണം എന്തിനാന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. ലക്ഷ്മിയമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ദേവ് പറഞ്ഞു, അതെ ഞാൻ വിളിക്കാട്ടോ വെക്കുവെന്ന് പറഞ്ഞു. ദേവ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു. ഇവളുടെ ഒരു കാര്യം എന്നൊക്കെ അരുൺ പറഞ്ഞു. ആ ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്തിനാ കോള് കട്ട് ചെയ്തേ? വിളിച്ചോളാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചു. അമ്മ അത് ഉദ്ദേശിച്ച പോലെ ആരുടെ ഫോണിനകത്ത്? അതെന്റെ ഫ്രണ്ടാ. ആ ഫോണും തന്നെ ഞാൻ നോക്കട്ടെ. അമ്മ ഉദ്ദേശിക്കുന്ന പോലൊന്നും ഇല്ല. കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നേ, നാളുകളായിട്ട് ഞാൻ കാണുന്ന കാര്യമാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. നിനക്ക് നിർത്തുന്ന നല്ലത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം നീ അറിയും. അപ്പോഴേക്ക് ശരത്തോടെ എഴുന്നേറ്റ് വന്നു. എന്താ അവിടെ പ്രശ്നം? ഒന്നുമില്ലടാ, ഞങ്ങൾ ചുമ്മാ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതും പറഞ്ഞ് ലക്ഷ്മിയമ്മ ദേവിനോട് പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ലക്ഷ്മിയമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് ചോദിച്ചു, ഫോൺ വിളിയാ പ്രശ്നമല്ലേ? നിന്നോട് ആര് പറഞ്ഞു? അല്ല എനിക്കറിയാം, കുറച്ചു മുമ്പ് എന്നെ വല്ല ഉപദേശിച്ചോണ്ടിരുന്ന ആളല്ലേ കുറച്ചാൾ മുമ്പ്. എന്നിട്ട് ഇപ്പൊ ഞാൻ നന്നാവും കാരണം സച്ചേണ്ണ. അതെ, നിന്നോട് ഞാൻ എന്തേലും ചോദിച്ചോ? മിണ്ടാതെ പോയിക്കോ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ദേവ് മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നാലും ദേവുവിന്റെ മനസ്സ് വല്ലാത്തൊരു കരടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറയണം, അല്ലെങ്കിൽ അത് പ്രശ്നമാവും. ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. പറയാനുള്ള നല്ലൊരു അവസരമായിരുന്നു ദേവുവിനും മനസ്സിൽ തോന്നുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വലിയ കോമഡിയാണ് നടക്കുന്നത്. വർഷം രാവിലെ തന്നെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ ഒരുങ്ങുമ്പോഴത്തേനും രേവതി അങ്ങോട്ട് വന്നു. രേവതി വന്നിട്ട് ചോദിച്ചു, നീ ഇതെന്തെടുക്കുക? അതെ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടായിക്കോളാം, ചേച്ചിയുടെ കൈമേലല്ലോ. സാരമില്ല, ഞാൻ തയ്യാറായിക്കോളാം. അത് കുഴപ്പമില്ല, ചേച്ചി അങ്ങോട്ട് മാറി നിന്നാ മതി. അല്ല, അതിന് നിനക്കറിയാവോ? അതെ, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം എന്താ വെച്ചാൽ ഉപ്പുമാവാണ്. അതുണ്ടാക്കാന്ന് വിചാരിച്ചു. അത് നിനക്കറിയാവോ? അത് ഞാൻ 1-2 കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടൊക്കെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉപ്പുമാവ് എളുപ്പമുള്ള സാധനമല്ലേ, ഞാൻ പെട്ടെന്ന് ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. അല്ല, ഞാൻ വേണേ സഹായിക്കാം, എത്ര അളവും പാകവും ഒക്കെ. അതൊന്നും സാരമില്ല, ചേച്ചി പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ തയ്യാറാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാചകം ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ചോദിച്ചു, എന്താടാ അറിയത്തില്ലാത്ത പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ നിനക്ക്? നീ അതവിടെ വെച്ചിട്ട് പോ. പിന്നെ ശ്രീകാന്തിന് മാത്രമല്ലേ കുക്കിംഗ് അറിയാവുള്ളൂ, എനിക്കും അറിയാം. ശ്രീകാന്ത് ഒക്കെ പോയി റെഡി ആയിട്ടിരുന്നു, ഇപ്പൊ തന്നെ ഉപ്പുമായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. എങ്കിൽ ശരി. അങ്ങനെ ഒടുവില് വർഷം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. ചന്ദ്രമതിയൊക്കെ വിശന്നിരിക്കുവാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. രവീന്ദ്രൻ എല്ലാവരും വന്ന് ഹാജരായിരിക്കുകയാണ്. അപ്പോഴേക്കും വർഷ അങ്ങോട്ട് വന്നു. വർഷ വന്ന് ദേ ഉപ്പുമാവ് റെഡി എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും സന്തോഷിച്ച് ഇപ്പൊ കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ വർഷം ഉപ്പുമാവ് എടുക്കാൻ തുടങ്ങുവാണ്. എടുക്കാൻ തൊട്ട് ഉപ്പുമാവ് പോരുന്നില്ല, ഒട്ടിപ്പിടിച്ച് കട്ട കെട്ടിയിരിക്കുകയാണ്. ഇട്ട് കുത്തോട് കുത്താ. അത് കണ്ടപ്പോ രേവതി സച്ചിക്ക് അന്തം വിട്ടുപോയി. രവീന്ദ്രന്റെ ശ്രീകാന്തൊക്കെ പരസ്പരം നോക്കണം. ഇതെന്താ ഈ കുന്തം വിട്ടുപോരാത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വിധത്തിൽ കുറച്ച് തവിയയിലേക്ക് എടുത്തു. തവിയേന്ന് പിന്നെ അത് രവീന്ദ്രന്റെ പാത്രത്തിലേക്ക് വീട്ടില ഇട്ട് കുടച്ചില. ഒടുവില് രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ ഇത് കണ്ടില്ലേച്ചാ, ഇത് പോരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ രവീന്ദ്രനെ കുറച്ച് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെയായിരുന്നു ബാക്കിയുള്ളവർക്ക് ഇട്ട് കൊടുത്തെ. ചന്ദ്രമതിയൊക്കെ ഞെട്ടിത്തരിച്ചിങ്ങനെ നോക്കുവാണ് വർഷയെ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്ന, എല്ലാവരും കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇത്തിരി എടുത്ത് വായിലേക്ക് വെച്ചു. പിന്നെ ഇറക്കാനും മേല തുപ്പാനും മേല, എല്ലാവരും സ്റ്റക്കായിട്ടിരിക്കുക. ഇതെന്താ കഴിക്കാത്ത? എല്ലാവരും കഴിക്കുക. എങ്ങനെയുണ്ട് എൻ്റെ ഉപ്പുമാവ്? സച്ചി പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, നല്ല ഉപ്പുമാവാന്ന് പറഞ്ഞു. ശ്രീകാന്ത് ഇങ്ങനെ നോക്കി. ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും രേവതി ഇച്ചിരി ഇറക്കിയിട്ട് ബാക്കി ഇറക്കാൻ പറ്റാതിരിക്കുക.
അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, കുറച്ച് വെള്ളം കിട്ടിയത് നന്നായിരുന്നു. വെള്ളമോ? അതെ, വെള്ളം കിട്ടിയെന്ന് ഇറങ്ങി പോവാനായിട്ടെ നല്ലതായിരുന്നു പറഞ്ഞു. ചന്ദ്രമതി വായി വെച്ചോണ്ടിരിക്കുക. അല്ല ആന്റി എന്തോ ഒന്നും കഴിക്കാത്തതെന്ന് ചോദിച്ചു. അതെ, നാക്കേൽ ഒട്ടിയിരിക്കുക, ഒന്ന് ഇറങ്ങി പോകണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ ചന്ദ്രമതി ഒടുവില് വല്ലാതെ പെട്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോഴേ അത് മറ്റുള്ളവർക്ക് കഴിക്കണമെന്ന് വിചാരിച്ചുണ്ടാക്കണം. ഇതെന്താ നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ? അവൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നല്ലേ, കുറ്റങ്ങളും കുറവുകളും കാണുമായിരിക്കും. ആദ്യം അവളുടെ നല്ലതൊക്കെ പറഞ്ഞിട്ട് വേണം പിന്നെ കുറ്റങ്ങളും കുറവുകളും പറയാനെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എന്റെ വർഷേ, നീ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേന്ന് ചോദിച്ചു. ഓ അതല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് എഴുന്നേറ്റു. അത് കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞു. ഇത്തിരി ഉപ്പും ഒരു എടുത്തിട്ട് വർഷയുടെ വായിലേക്ക് വെച്ചു കൊടുക്കണം. അയ്യേ, ഇതായിരുന്നോ ഞാൻ ഉണ്ടാക്കിയത്? ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനം. പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഇതാ ഞങ്ങളോട് കഴിക്കാൻ പറഞ്ഞ. അയ്യോ ഷോ, ഞാൻ പ്രതീക്ഷ നല്ലതായിരിക്കും എന്നോർത്തു, അതുകൊണ്ടാ. അപ്പോഴേക്കും രേവതി എടുത്തിട്ട് പറഞ്ഞു, അത് സാരമില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, ഇത്രയെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടായല്ലോ. സാരമില്ല, നിന്നെ കുക്കിംഗ് ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അത് മതി, രേവതി ചേച്ചി എന്നെ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അവളുടെ അടുത്തുനിന്ന് കുക്കിംഗ് മാത്രം നീ പഠിച്ചാൽ മതി, പാചകം മാത്രം പഠിച്ചാൽ മതി കേട്ടോ എന്നൊരു പറച്ചിലായിരുന്നു. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, അതെന്താമേ എന്ന് ചോദിച്ചു. അല്ല, അവളുടെ സ്വഭാവം വെച്ച്, ദേ അമ്മയ്ക്ക് അല്ലേലും ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതാ. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. രവീന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കും ചന്ദ്രൻ നീ എന്ന് പറഞ്ഞു. രേവതിക്ക് വിഷമമായിരുന്നു. പക്ഷെ സച്ചി അതൊന്നും മൈൻഡാക്കാതെ ഒരു തമാശ രൂപേണ അതങ്ങോട്ട് എടുക്കുവാണ്. കാരണം രേവതിയുടെ മനസ്സിൽ വിഷമം ഉണ്ടാവില്ലുണ്ടോ എന്ന് കരുതിയിട്ട്. അങ്ങനെ പിന്നീട് സച്ചിയും ജോലിക്കായിട്ട് പോവാണ്. അങ്ങനെ പോയി ഈച്ചയായിട്ട് സംസാരിച്ചുകൊണ്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. ആരോടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരിക, ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഇങ്ങനെ അരുണിന് അത്യാവശ്യമായിട്ടൊരു കോൾ വന്നു. വേറെ ആരുടെയും കോളായിരുന്നില്ല, ദേവുവിന്റെ കോളായിരുന്നു. എന്ത് ചെയ്യാനാ, അമ്മ നേരത്തെ മരുന്ന് കഴിച്ചില്ല, അതാ അമ്മ തല ഇറങ്ങി വീണ. സാരമില്ല, അമ്മയുടെ മെഡിസിൻ മുടങ്ങിയിട്ട് 2 ദിവസമായിരുന്നു. മെഡിസിൻ ആണെങ്കിൽ ഫുഡ് ആണെങ്കിലും നേരത്തെ കഴിക്കില്ല, ഞാൻ മെഡിസിൻ പെട്ടെന്ന് തന്നെ കൊണ്ടേ കൊടുത്തോളാം. അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും സച്ചി എന്ത് ചെയ്ത് ഫോണിനകത്ത് ആ വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുന്ന ഹെൽമെറ്റ് പോലും ഇല്ലാതെ. അങ്ങനെ അരുൺ വന്ന് ധൃതി മെഡിക്കൽ ഷോപ്പിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ സച്ചി അങ്ങ് ചെന്ന് തടഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റാ സാറേ. ഓ സാറിനപ്പം എന്തോ ആകാല്ലേ? എന്താടാ സാറെന്താ ഹെൽമെറ്റും വെക്കാതെ? ഓ അതാണോ കാര്യം? നീ അതൊന്നും തൽക്കാലത്തേക്ക് അറിയണ്ട. എന്റെ സാറേ, നിയമം പാലിക്കേണ്ടവർ തന്നെ ഇങ്ങനെ ആക്കിയാലോ? എടാ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. ഞാൻ അർജന്റായിട്ട് വന്നാ, ഒരു മെഡിസിൻ വാങ്ങിക്കാണ്ട് വന്ന, അത്യാവശ്യം ആയതുകൊണ്ട് ഒരു കോൾ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്താ. അത് ഹെൽമെറ്റിന്റെ കാര്യമൊക്കെ ആ സമയത്ത് മറന്നുപോയി. ഓ അപ്പൊ സാറിന് എന്തു ആവാല്ലേ? അതെ, എന്തുവാ, നീ എന്നെ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ചോണ്ട് സച്ചിക്ക് നേരെ കൈപൊക്കി. പെട്ടെന്ന് സച്ചി ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. വേണ്ട സാറേ, ഇനി എന്നെ തല്ലാൻ കൈപൊക്കിയാണല്ലോ, സാർ പിന്നെ ഈ കൈ പൊക്കേണ്ട വരില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഈച്ച ഇടയ്ക്ക് കയറി. എന്താടാ സച്ചി, വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ മെഡിസിൻ മേടിക്കാണ്ട് പോയി. അരുണ് മെഡിസിൻ വാങ്ങിച്ചോണ്ട് ബൈക്കിലേക്ക് കയറുമ്പോഴത്തേനും അരുൺ പറഞ്ഞു, ഇനി ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഒന്ന് പോ സാറേ, സാറിനെ പിടികൂടാനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എന്റെ പക്കലുണ്ട്, എന്ത് ചെയ്യണം നീ സച്ചിക്ക് അറിയാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് സച്ചി ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ്. അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.